അതേപോലെ നിയമം ഒരിക്കലും കയ്യിലെടുക്കാതിരിക്കണം. ആദ്യം നിയമം എന്താണെന്ന് അറിയണം അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കടയിൽ ഒരു ഷോപ്പിൽ ഒരു കള്ളൻ വന്നിട്ട് എന്തെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് കള്ളനെ പിടിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ UK സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ അങ്ങനെ നമ്മൾ ടെസ്കോ മോറിസൺസ് പോലെയുള്ള സൂപ്പർ മാർക്കറ്റുമായിട്ട് പോവുകയാണെങ്കിലും പല കള്ളന്മാരും അവിടെ മോഷ്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് നമുക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എത്രത്തോളം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മളുടെ ശരീരം നമ്മളുടെ കാര്യം നോക്കി നടക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അവർ തടുക്കാനോ ഉപദ്രവിക്കാനോ പോകരുത്. പകരം സെക്യൂരിറ്റിയെയോ പോലീസിനെയോ ഇവർ അറിയിക്കുക എന്നുള്ളത്. പിന്നെ UK നിയമ സംവിധാനം ശക്തമാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്തായാലും അവർ അറസ്റ്റ് ചെയ്യുകയും അതിനെതിരെ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ UK മലയാളി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇതേപോലെ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ ഐ കോൺടാക്റ്റ് കൊടുക്കാതെ മാറിപ്പോകണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവർ നമ്മളെ ആക്രമിച്ചാൽ അത് ഭാവിയിൽ എന്ത് പറ്റും, കുടിയേറ്റക്കാരെ ആക്രമിച്ചു അങ്ങനെ പിന്നെ അവൻ്റെ സമൂഹം എന്താണ്, അവൻ്റെ മതം എന്താണ്, അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നീട് വാർത്തകൾ വരിക. ആൾക്കാർക്ക് എപ്പോഴും ഈ കിക്ക് ബൈറ്റിനോട് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് നമ്മളായിട്ടൊരു പ്രശ്നത്തിനും ഇടവരുത്താതിരിക്കുക എന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു.